ഹായ് ഓൾ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഈ വീഡിയോ ഞാൻ ലാസ്റ്റ് സൺഡേ, അതായത് ഇന്നിപ്പോൾ തേഴ്സ്ഡേ ആണ്, ലാസ്റ്റ് സൺഡേ എടുത്തിരിക്കുന്ന വീഡിയോ ആണ്. അന്ന് ഷൂട്ട് ചെയ്തതാണ്. അപ്പോൾ ഞങ്ങൾ പോകുന്നത് ഉച്ചയ്ക്ക് ശേഷം ഊണൊക്കെ കഴിഞ്ഞിട്ട് ഓണക്കോടി എടുക്കാൻ പോകാമല്ലോ എന്ന് വിചാരിച്ചു. ഏട്ടൻ്റെ വകയുള്ള ഓണക്കോടി ഷോപ്പിംഗ് ആണ്. അപ്പോൾ അതിന് പോകാമല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ എല്ലാവരും കൂടി റെഡിയായി ഇറങ്ങിയതാണ്. ഞാനിട്ടിരിക്കുന്ന ഡ്രസ്സ്, അതായത് കോട്ട് സെറ്റ്, നമ്മൾ അമ്മയുടെ കൂടെ ഓണക്കോടി എടുക്കാൻ പോയപ്പോൾ എടുത്ത കോട്ട് സെറ്റാണ്. അമ്മ എനിക്കത് ഓണക്കോടിയായിട്ട് മേടിച്ചതെന്നാണ്. ഓണക്കോടിയൊക്കെ ആണെങ്കിൽ ഞാൻ നേരത്തെ തന്നെ ഇട്ടു കേട്ടോ. അത് ആ പുതിയ ഡ്രസ്സ് ഇരിക്കുമ്പോൾ ഒരു ത്വരയാണല്ലോ അത് ഇടാനായിട്ട്. അതുപോലെ തന്നെ പാറു ഇട്ടിരിക്കുന്നതും നന്ദു ഇട്ടിരിക്കുന്നതും ഓണക്കോടിയായിട്ട് അമ്മ മേടിച്ചു കൊടുത്താണ്. പക്ഷേ ഞങ്ങൾ 3 പേരും നല്ല അടിപൊളി മിടുക്കികളായതുകൊണ്ട് ഞങ്ങൾ നേരത്തെ തന്നെ ഇട്ടു. അപ്പോൾ ഞാൻ ഇട്ടിരിക്കുന്ന ആ കോട്ട് സെറ്റ് യൂസ് ചെയ്യുന്ന മേടിച്ചാണ്, വടക്കേക്കോട്ട യൂസ് ചെയ്യുന്നത്. അതുപോലെ പാറുവിൻ്റെ കോട്ട് സെറ്റും അവിടെ നിന്ന് തന്നെയാണ്. പാറുവിൻ്റെ ഒരു ക്രോഷേ മോഡൽ ടോപ്പാണ്. നന്ദു ഇട്ടിരിക്കുന്ന ടോപ്പും ക്രോഷയാണ്. അവൾക്ക് ഇത് കോട്ട് സെറ്റ് കിട്ടിയില്ലായിരുന്നു, അതുകൊണ്ട് ടോപ്പ് മാത്രം ഇട്ടു. അവൾ പറഞ്ഞു നല്ല ബ്രീത്തബിൾ ആണല്ലോ, ഇത് മതി അമ്മ എന്ന് പറഞ്ഞ് ഇതെടുത്തു. അപ്പോൾ ഞങ്ങൾ 3 പേരും ഓണക്കോടിയായിട്ട് അമ്മ എടുത്തുന്ന ടോപ്പാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ എവിടെ പോകണം എന്നുള്ള ഒരു ചർച്ചകൾക്ക് ശേഷം അവസാനം നമ്മൾ ഇരുമ്പനത്തുള്ള ഹൈലൈറ്റ് മോളിൽ പോകാമെന്ന് വിചാരിച്ചു. അവിടെ ആകുമ്പോഴത്തേക്കും മാക്സും സൂഡിയോയും പിന്നെ മുകളിൽ സ്റ്റൈൽ യൂണിയനും എല്ലാം ഉണ്ട്. അപ്പോൾ ഒരിടത്ത് കിട്ടിയില്ലെങ്കിൽ അടുത്തടുത്ത് പോകാമല്ലോ എന്നൊക്കെ വിചാരിച്ച് ഞങ്ങൾ അവിടെ എത്തി. അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴേക്കുമാണ് ആന കരിമ്പും കാട്ടി കയറിയ പോലത്തെ ഒരു അവസ്ഥയായിരുന്നു. ഈ കുട്ടികൾ കുഞ്ഞ്, അതായത് തീരെ ബേബി ആയിരിക്കും, എന്തെങ്കിലും ഡ്രസ്സ് എടുക്കാൻ എന്ത് എളുപ്പമല്ലേ. സെലക്ഷൻസ് ഒരുപാടുണ്ട്. പിന്നെ അധികം സെലക്ഷൻ്റെ ആവശ്യമില്ലല്ലോ, കയ്യിൽ ചുരുട്ടുകൂടി ഇരിക്കാനുള്ളതല്ലേ. നമുക്ക് ഏത് ഇഷ്ടപ്പെടുന്നോ നമുക്ക് എടുക്കാം. കാരണം നമ്മൾ അച്ഛനമ്മമാരാണല്ലോ അവിടെ ഡിസൈഡ് ചെയ്യുന്നത് അവർക്ക് എന്ത് വേണം, അവർക്ക് ഏതായിരിക്കും കംഫർട്ടബിൾ എന്നുള്ളത്. അതൊക്കെ എടുത്തിട്ടിങ്ങ് പോന്നാൽ മതി. പക്ഷേ ഇപ്പോഴത്തെ എല്ലാ കുട്ടികളും ഞാൻ പറയാൻ പറ്റില്ല. എൻ്റെ പാറുവിനെ പോലെയുള്ളവരാണെങ്കിൽ എൻ്റെ പൊന്നോ, എന്നെ കൊണ്ടൊരു രക്ഷയില്ല. ഇപ്പം നന്ദു കുഞ്ഞായിരുന്നപ്പോഴത്തേക്കും അവളങ്ങനെ വാശിയും കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ എന്തെങ്കിലും നമ്മളൊരു കടയിൽ ചെന്നു ഇല്ലെങ്കിൽ ടോയ് ഷോപ്പിലൊക്കെ ചെന്ന് എന്തെങ്കിലും ഇഷ്ടപ്പെട്ടാൽ തന്നെ ഇഷ്ടപ്പെട്ടു എന്ന് ഡയറക്റ്റായിട്ട് പറയില്ല. ഇങ്ങനെ നമ്മുടെ കയ്യിലൊക്കെ ഒന്ന് മാന്തിയിട്ട് അങ്ങോട്ടൊക്കെ ഒന്ന് കണ്ണും കലാശമൊക്കെ വെച്ചൊന്ന് ആക്ഷൻ കാണിക്കും, അത് വേണം എന്നുള്ള രീതിയിൽ. അപ്പോൾ നമ്മളിപ്പോൾ മേടിച്ച് കൊടുക്കാൻ പറ്റുന്നതാണെങ്കിൽ മേടിച്ച് കൊടുക്കും. ഇപ്പോൾ വേണ്ടാത്തതാണെങ്കിൽ വേണ്ടാന്ന് പറഞ്ഞാൽ ഓക്കെ, ഷീ ഈസ് ഫൈൻ വിത്ത് ദാറ്റ്. പിന്നെ അതിനെക്കുറിച്ച് ചോദ്യം പറച്ചിലൊന്നുമില്ല. പക്ഷേ പാറു അങ്ങനെയല്ല. അവൾക്ക് എന്ത് വേണമെന്നുള്ള നല്ല ധാരണയുണ്ട്, ഐഡിയ ഉണ്ട്, ഭയങ്കര ഫാഷൻ സെൻസുമാണ്. ഇഷ്ടപ്പെട്ടത് മാത്രമേ എടുക്കുള്ളൂ. അവിടെ കിടന്ന് ബഹളം വെച്ച് കളയും. പിന്നെ അവസാനം അവൾക്കങ്ങ് തൃപ്തി ആയില്ലെങ്കിലും ഞങ്ങൾ നല്ല 2 ഡ്രസ്സ് എടുത്തിട്ടിങ്ങ് പോന്നു. അതിനുശേഷം നന്ദുവിന് ക്രോപ്പ് ടോപ്പ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് സൂഡിയോയിൽ പോയി നോക്കാമെന്ന് ചോദിച്ചു. അവിടെ കിട്ടിയില്ല. എന്നിട്ട് ഞങ്ങൾ മുകളിലുള്ള സ്റ്റൈൽ യൂണിയനിൽ പോയി. അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും ഞങ്ങൾ ഡ്രസ്സൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കരച്ചിൽ എന്തിനാണെന്നുള്ളതല്ലേ, ഇത് മാക്സിൽ ബില്ലടിക്കാൻ പോകുന്നതിൻ്റെ അടുത്തായിട്ടൊരു വാട്ടർ ബോട്ടിൽ ഇരിപ്പുണ്ടായിരുന്നു, അത് വേണമെന്ന് പറഞ്ഞ കരച്ചിലാണ്. ഗ്രൗണ്ട് ഫ്ലോറിലുള്ള മാക്സിൽ തുടങ്ങിയ കരച്ചിലാണെങ്കിലും അവിടെ കാണാനായിട്ട് അധികം ആരാധകരുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, ഞങ്ങൾ എസ്കലേറ്റർ കയറി മുകളിൽ സ്റ്റൈൽ യൂണിയനിൽ വന്നു. അവിടെ വന്നത്തെ ഇതേ കരച്ചിൽ മാമാങ്കം കാണാനായിട്ട് കുറേ പേര്. ആഹാ, അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ, എന്നാൽ പിന്നെ കുറച്ചുകൂടെ ശക്തിയായിട്ട് കരഞ്ഞേ പറ്റുള്ളൂ എന്നും പറഞ്ഞ് പാറു കണ്ണ് തിരിച്ചും തിരിഞ്ഞു മാറി നിന്ന് ഒളിച്ചും ഒക്കെ കുറേ കരയാൻ തുടങ്ങി. കാണാനായിട്ട് കുറേ പേരുണ്ടേ. ആ സ്റ്റൈൽ യൂണിയനിൽ കുറച്ച് പാവം സെയിൽസിലെ കുട്ടികളുണ്ടായിരുന്നു. അവർ വന്ന് ഭയങ്കര ആശ്വസിപ്പിക്കലായിരുന്നു. നമ്മളിത് എത്ര കണ്ടേക്കുന്നു. ഞങ്ങൾ കുറച്ച് നേരം മൈൻഡാക്കാൻ പോയില്ല. അവസാനം രക്ഷയില്ലെന്ന് കണ്ടപ്പോഴേക്ക് കരച്ചിലൊക്കെ നിർത്തി എൻ്റെ മടിയിൽ പൂച്ചക്കുട്ടീനെ പോലെ വന്നിരിപ്പായി. കുറച്ച് നേരം പുലിക്കുട്ടിയായിരുന്നേ, ഇപ്പം പൂച്ചക്കുട്ടിയായി. അങ്ങനെ പിന്നെ വിശക്കണമെന്ന് പറഞ്ഞാൽ ഈ വിഷമം. അപ്പം ഞങ്ങൾക്ക് മനസ്സിലായി വിശന്നിട്ട് തന്നെയായിരുന്നു ഈ കരച്ചിലെന്ന്. കാറിൽ കയറിയ ഉടനെ പാവം ഉറങ്ങിപ്പോയട്ടോ. ഈ വിശപ്പ് കാരണം ഉറങ്ങിപ്പോയ ആൾ ഇനി കണ്ണു തുറക്കുന്നതിന് മുമ്പ് ഫുഡിന് ഒരു കാര്യത്തിൽ തീരുമാനമാക്കണം. അങ്ങനെ എവിടെ പോകണം എന്ന് ആലോചിച്ചപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു എവിടെ പോയാലും ശരി അവിടെ ഇരുന്ന് തന്നെ കഴിക്കണം. കാരണം ഫുഡ് മേടിച്ചിട്ട് വീട്ടിൽ പോകുന്ന പരിപാടി വേണ്ട. ഈ ഏട്ടൻ എപ്പോഴും ഉള്ള പരിപാടിയാണ് വീട്ടിൽ പോയിട്ട് കഴിക്കുക, എനിക്കൊന്ന് കുളിച്ച് ഫ്രഷ് ആയാലേ കഴിക്കാൻ പറ്റുള്ളൂ, ഫുഡ് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ എന്നൊരു സ്ഥിരം ഡയലോഗുണ്ട്. ഞാൻ പറഞ്ഞു ഇത്തവണ ആ പരിപാടി പറ്റില്ല, എവിടെയായാലും നമുക്ക് അവിടെ ഇരുന്ന് തന്നെ കഴിക്കണം. അസ്തമയ സൂര്യന് നല്ല പൊള്ളുന്ന വെയിലും കൊണ്ടുകൊണ്ട് നല്ല പട്ടയിട്ട കട്ടൻ ചായയും കുടിച്ചുകൊണ്ട് കായലിലേക്ക് നോക്കിയിരിക്കുക എന്ന് പറഞ്ഞാൽ ആഹാ, അതൊരു അടിപൊളി ഫീലിംഗ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ ലൊക്കേഷൻ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിക്കാണ് ഞങ്ങൾ എവിടെയാണ് പോയതെന്ന്. അതെ, നമ്മൾ സ്വർഗത്തിലേക്കാണ് പോയത്. അങ്ങനെ ഞങ്ങൾ കട്ടൻ ചായ കുടിച്ചുകൊണ്ടിരുന്നത്തേക്ക് ഓർഡർ ചെയ്ത ഫുഡും വന്നു. അങ്ങനെ ആദ്യമേ ചെമ്മീൻ റോസ്റ്റ് വന്നു, പുറകെ പത്തിരി വന്നു, പിന്നെ പിടിയും കോഴിയിറച്ചിയും വന്നു, തവ ഫ്രൈ വന്നു, ഫിഷിൻ്റെ തവ ഫ്രൈ വന്നു, ബീഫ് ഫ്രൈ വന്നു. ബീഫ് റോസ്റ്റാണ് പറഞ്ഞത്, പക്ഷേ ബീഫ് ഫ്രൈ ആയിട്ട് മാറിപ്പോയത്. പിന്നെ ബീഫ് ഫ്രൈ വന്നു. അങ്ങനെ എല്ലാം ഞങ്ങൾ പിന്നെ പാൽക്കപ്പയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം ഞങ്ങൾ കഴിച്ച് ആസ്വദിച്ചുകൊണ്ടിരുന്നപ്പോഴേക്ക് വെയിലും പതുക്കെ താന്നു തുടങ്ങി. അപ്പോൾ നമ്മുടെ ഇവിടെ പുലിക്കുട്ടിയായിരുന്ന പിന്നെ പൂച്ചക്കുട്ടിയായ പാറുക്കുഞ്ഞില്ലേ, അത് കണ്ണു തുറന്നപ്പോഴേക്ക് ഇത് കൺമുമ്പിൽ ഭക്ഷണം ഇരിക്കുന്ന കണ്ടപ്പോൾ പാറുവിന് സമാധാനമായി. അങ്ങനെ ഞങ്ങൾ ആസ്വദിച്ച് എല്ലാവരും കൂടി ഫുഡ് കഴിക്കാൻ തുടങ്ങി. വയറ് നിറഞ്ഞു കഴിഞ്ഞാൽ മനസ്സ് നിറയും. മനസ്സ് നിറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമാണല്ലോ. അങ്ങനെ ഞങ്ങൾ വയറും മനസ്സും നിറഞ്ഞ് ബില്ലൊക്കെ കൊടുത്ത് അവിടെ പുറത്ത് വന്നു. കാരണം ഞങ്ങൾ ചെന്നപ്പോൾ അവിടെ തിരക്കുണ്ടായിരുന്നില്ല എങ്കിലും പിന്നെ ഞങ്ങൾ കഴിയാറായപ്പോഴത്തേക്കും നല്ലോണം അവിടെ തിരക്ക് തുടങ്ങിയായിരുന്നു. എന്നാൽ പിന്നെ നമ്മൾ പുറത്തേക്ക് വന്നിരിക്കാമല്ലോ എന്ന് വിചാരിച്ച് ഞാനും അമ്മയും ഓരോ കുൽഫി മേടിച്ച് കഴിച്ചു.
നന്ദുവിന് പാറുവിന് കഫക്കെട്ട് ഉള്ളതുകൊണ്ട് അവർക്ക് കൊടുത്തില്ല. അങ്ങനെ ഞങ്ങൾ മാറി നിന്ന് കുൽഫിയെ കഴിച്ചു. മാറി നിന്നല്ല കേട്ടോ, പിള്ളേരെ കുതിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ കുൽഫി കഴിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് നേരം അവിടെ ഇരുന്നു. അപ്പോൾ പോകാമല്ലോ എന്ന് വിചാരിച്ചപ്പോൾ എന്നാൽ പിന്നെ സൺസെറ്റ് കൂടി കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ച് സൺസെറ്റിൻ്റെ വീഡിയോ ഒക്കെ എടുത്തു. അതിനുശേഷം കുട്ടികൾക്ക് മാത്രമേ ഓണക്കോടി എടുത്തിട്ടുള്ളൂ, ഞങ്ങൾക്ക് എടുത്തിട്ടില്ല. അങ്ങനെ ഞങ്ങൾ തൃപ്പൂണിത്തുറയിൽ നിന്ന് പുതിയകാവിലേക്ക് വരുന്ന വഴി ലെഫ്റ്റ് സൈഡിലായിട്ടൊരു എൻ സ്റ്റൈലിൻ്റെ കടയുണ്ട്. അവിടെ കയറി അമ്മയ്ക്ക് 2 നൈറ്റി എടുത്തു, എനിക്ക് നൈറ്റ് ഡ്രസ്സും എടുത്തു. ഒരു നൈറ്റ് ഡ്രസ്സ് എടുത്തു, പിന്നെ 2 പലാസോ പാൻസും എടുത്തു വീട്ടിലിടാനായിട്ട്. അങ്ങനെ വീട്ടിൽ വന്നത് ഇതാണ് കേട്ടോ കുട്ടികൾക്ക് എടുത്തിട്ടുള്ള ഡ്രസ്സ്. അടിപൊളിയല്ലേ? ഈ ഡ്രസ്സുകൾക്ക് വേണ്ടിയിട്ടായിരുന്നു അവിടെ കിടന്ന് കരച്ചിലും ബഹളവും നടത്തിയത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വിശേഷങ്ങൾ. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.